Good morning. Good morning, all. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Morning, ma'am. Good morning. അപ്പൊ നിങ്ങള് സ്പില്ലേജ് വേസ്റ്റിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? വായിച്ചു നോക്കിയായിരുന്നോ? PDF എല്ലാവരും എടുക്കുക. സ്പില്ലേജ് വേസ്റ്റിന്റെ PDF 30 ടെസ്റ്റ് അതല്ലേ 31ാമത്തെ ലെസൺ അല്ലേ? സ്പില്ലേജ് വേസ്റ്റ് എല്ലാവരും എടുക്കുക. നിങ്ങൾ എങ്ങനെയാ വായിച്ചു നോക്കിയായിരുന്നോ? നേരത്തെ ഞാൻ എടുത്തോളത്തോളം വരെയൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ മ്യൂട്ട് ആക്കിയിട്ടില്ലല്ലോ, എല്ലാവർക്കും അൺമ്യൂട്ടാണ് ഇപ്പോ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആരെങ്കിലൊക്കെ ഒന്ന് പറയാമോ? എല്ലാം കൂടി ഒന്നിച്ച് പറയണമെന്നില്ല, കുറച്ചായിട്ട്. നിങ്ങളിങ്ങനെ എന്താ പറയണേ, വെറുതെ ഇങ്ങനെ കേട്ടിരിക്കുകയാണോ? എന്തെങ്കിലുമൊക്കെ മനസ്സിലായി പോകണ്ടോന്ന് അറിയണ്ടേ? ഹലോ, എത്ര ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ പഠിച്ചു? ആരും വായിക്കാറില്ലേ? എത്ര ടൈപ്സ് സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ പഠിച്ചു? രണ്ടു മൂന്നെണ്ണം ഇതൊന്ന് പറഞ്ഞേ. 7. ഓക്കെ, ഒരു 2-3 ഒന്ന് ഹെഡിങ് പറഞ്ഞാലും മതി. ഇൻഫെക്ഷൻ, ഇഞ്ചുറി. ഓക്കെ, പറഞ്ഞോളി. ഇഞ്ചുറി, റേഡിയേഷൻ. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. ഇനി നെക്സ്റ്റ് ബാക്കി ആരെങ്കിലും ഒന്ന് പറഞ്ഞ് 2-3. ഏത് ചാപ്റ്റർ ആണെന്ന് ചോദിക്കുന്നുണ്ട്. ചാപ്റ്റർ 31 PDF 31 ആണ് കേട്ടോ. സ്പില്ലേജ് വേസ്റ്റ്, Mercury spillage. ഓക്കെ. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, ഗുഡ്. പിന്നെയും Management of different types of spillage waste. ഓക്കെ. എൻവയോൺമെന്റൽ പൊല്യൂഷൻ. ഫാർമസി സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ ഓക്കെ, അപ്പൊ അത്യാവശ്യം നിങ്ങൾ ഏതാണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ഒരു 7 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അതിന്റെ സ്പില്ലേജ് വേസ്റ്റിന്റെ ഓരോരോ മോഡൽ അല്ലെ, എങ്ങനെയാണ് അതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളത്, എങ്ങനെയാ അത് ഡിസ്പോസ് ചെയ്യാന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പറഞ്ഞു. അപ്പോ അത്യാവശ്യം നിങ്ങൾ മനസ്സിലാക്കി അല്ലെ? 1, 2, 3 നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നെ അത് തന്നെ കണ്ടിന്യൂവേഷൻ ആണ് അതിന്റെ മിക്ക പോയിന്റ്സ്. അപ്പോ അത് കാരണം പഠിക്കാൻ എളുപ്പമായിരുന്നില്ല. ആദ്യത്തെ 2-3 മാത്രമേ ബുദ്ധിമുട്ടുണ്ടായുള്ളൂ. വായിച്ചു നോക്കിയവർക്ക് അല്ലെ 2-3 അല്ലേ? പിന്നീടുള്ള എല്ലാ സ്പില്ലേജ് വേസ്റ്റും കുഴപ്പമില്ലാതെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലേ? ഓക്കെ, അപ്പോ നമുക്ക് കണ്ടിന്യൂഷൻ എടുക്കാം. എടുത്തോട്ടെ, കണ്ടിന്യൂഷൻ എടുത്തോട്ടെ. ഓക്കെ, നമ്മള് ടൈപ്സ് പറഞ്ഞു. അപ്പൊ എന്താ പറയുക, 7 ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആയിരുന്നു അല്ലെ? നമ്മളുടെ ബ്ലഡ് ആൻഡ് ഫ്ലൂയിഡ് സ്പില്ലേജ് വേസ്റ്റ്, ദെൻ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ്, ദെൻ നെക്സ്റ്റ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ്, കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ്, റേഡിയേറ്റീവ് സ്പില്ലേജ് വേസ്റ്റ്, ലബോറട്ടറി, ബയോകെമിക്കൽ, കൾച്ചർ അല്ലെ, ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ്. അങ്ങനെ 7 സ്പില്ലേജ് വേസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം, അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ വേസ്റ്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഒരു പോയിന്റ്, അതായത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് നമ്മൾ പരാമർശിച്ചു വരുന്നു. കാരണം ഇത്തരം സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ കൈകാര്യം ചെയ്യാൻ ട്രെയിൻഡ് പേഴ്സൺസ് ആയിരിക്കണം, അതായത് ട്രെയിൻഡ് സ്റ്റാഫുകളായിരിക്കണം ഇത്തരം വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. എല്ലാ പേഴ്സൺസിനും അത് റിമൂവ് ചെയ്യാനായിട്ട്, അതൊക്കെ എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്നൊന്നും എല്ലാവർക്കും അറിയില്ല അല്ലെ? അതിൻ്റെതായ ട്രെയിൻ കിട്ടിയിരിക്കുന്ന സ്റ്റാഫുകൾക്ക് അത് ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത്. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. നിങ്ങൾ നോക്കിക്കോ, ഏത് ഇതിലും പറയുന്നുണ്ട് ട്രെയിൻഡ് സ്റ്റാഫ് ആയിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടതെന്ന്. മിക്കവാറും എല്ലാത്തിലും പറയുന്നുണ്ട് അല്ലെ? ഇതിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏത് ഇതിലും എന്താ പറയുക, ഷുഡ് ബി സൂട്ടബിൾ, കറക്റ്റ് ആയിട്ടുള്ള ഇതിലെല്ലാം നമ്മൾ ധരിച്ചിരിക്കണം. അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ സ്റ്റാഫുകളായിരിക്കണം. അതെല്ലാം കൈകാര്യം ചെയ്യേണ്ടതെന്ന് എല്ലാ ഇതിലും
എടുത്തെടുത്ത് പറയുന്നുണ്ട്. എല്ലാ സ്പില്ലേജ് വേസ്റ്റിലും പറയുന്നുണ്ട് ഡിസ്പോസ് ചെയ്യണം, എവിടെ ഡിസ്പോസ് ചെയ്യണം, ക്ലീനപ്പ് ചെയ്യേണ്ടത് ഏതരം വ്യക്തികളായിരിക്കണം എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. നോക്കാം. Here are some important aspects of a training and education for spillage waste management in a hospital. ഹോസ്പിറ്റലില് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങും കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. അപ്പൊ അവരിൽ ഉണ്ടായിരിക്കേണ്ട ആദ്യത്തെ കാര്യം എന്തായിരിക്കണം? ഐഡന്റിഫിക്കേഷൻ. ഏത് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലെ? ഏത് തരത്തിലുള്ള ചോർച്ചയാണ്, ഏത് തരത്തിലുള്ള അണുപ്രസരണമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ആദ്യം തന്നെ നോട്ട് ചെയ്യണം, അല്ലെ? അതുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് ഒക്കെ PPE കിറ്റുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവരവിടെ ചെല്ലേണ്ടതും അത് ഹാൻഡിൽ ചെയ്യേണ്ടതും. അപ്പൊ അതിനുവേണ്ടി അത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണെന്ന് ശ്രദ്ധിക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ്. Proper training should be given to the health worker to identify various types of spillage waste and the related risk and danger. നമ്മളിപ്പോ 7 തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ നമുക്കറിയാം ഓരോന്നിനും ഓരോ തരത്തിലുള്ള പ്രത്യേകതകളാണ്, അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, അത് എങ്ങനെയൊക്കെ ഡിസ്പോസ് ചെയ്യണം എന്നൊക്കെ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കിട്ടിയ പേഴ്സൺസ് ആണ് കൈകാര്യം ചെയ്തത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് ഏത് തരത്തിലുള്ളതാണെന്ന് ആദ്യം തന്നെ ഐഡന്റിഫിക്കേ ചെയ്യണം. അത് ചെയ്യാനുള്ള കഴിവ് ആർക്ക് ഉണ്ടായിരിക്കണം? ആ ഒരു സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. അതിനെ പറയുന്നത് എന്താണ്? അതെങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്ന് അതെങ്ങനെയാണ് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്ത്. ഇപ്പൊ ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് ആണോ, അല്ലെങ്കിൽ ബ്ലഡ് ഓയിഡ് സ്പില്ലേജ് വേസ്റ്റ് ആണോ, അങ്ങനെയുള്ളത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്തു. നെക്സ്റ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ. അപ്പൊ അതിന് ചില നമ്മൾ പറഞ്ഞില്ലേ, ചില സ്ഥലത്തൊക്കെ ചില സൊല്യൂഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് റിമൂവ് ചെയ്യുന്നത്, അല്ലെ? അത് ഇത്ര പെർസെന്റേജ് ആയിട്ടുള്ള എന്തെങ്കിലും കെമിക്കൽസ്, എന്തെങ്കിലും തന്മാത്രകൾ അടങ്ങിയ എന്തെങ്കിലും സൊല്യൂഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടെ ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ. Proper training should be given to the health workers handling and disposal procedures for each type of spillage waste. This consists of the use of a personal protective equipment, containment of the spill, and proper disposal of the waste. നേരത്തെ പറഞ്ഞ മാതിരി അവർ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെ? നമ്മള് മെർക്കുറി വരുമ്പോൾ അതിന് എന്താ പറയുക, നേരത്തെ ഒരുപാട് അതിൽ തന്നെ കുറച്ച് എന്താ പറയുക വലിയ വലിയ മേജറും മൈനറായിട്ടുള്ള സംഭവങ്ങൾ നിറയെ റേഡിയേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ കെമിക്കലൊക്കെ ആണെങ്കിലും അത് മേജറാണോ മൈനറാണോ എന്ന് ആദ്യം തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അത്തരത്തിലുള്ള പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള കിറ്റുകൾ ഏതൊക്കെ രീതിയിലുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കേണ്ടതെന്ന് അവര് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിനുശേഷം അത് ഉപയോഗിച്ചിട്ട് വേണം ആ പ്രോപ്പർ പ്ലേസിൽ പോകാനായിട്ട്. അതിന്റെ പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ദ വേസ്റ്റ്, ഏതൊക്കെ മെറ്റീരിയൽസ് ഏതൊക്കെ സൊല്യൂഷൻസ് യൂസ് ചെയ്തിട്ടാണ് അതവിടെ നിക്ഷേപിക്കുന്നത്, അല്ലെ? മിക്കവാറും നമ്മൾ പറഞ്ഞതൊക്കെ നിക്ഷേപിക്കേണ്ടത് എങ്ങനെയാണ്? വേറെ വേറെ ഒരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള മാർക്ക് ചെയ്ത കണ്ടെയ്നർ ബോക്സിലൊക്കെയാണ് അത് നിക്ഷേപിക്കേണ്ടത്, അല്ലെ? ഹസാർഡ് ബാഗ്സിലൊക്കെയാണ് നിക്ഷേപിക്കേണ്ടത്. അപ്പൊ അതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് വേണം അത് കൈകാര്യം ചെയ്യാനായിട്ട്. അതാണ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് റെസ്പോൺസ് പ്ലാൻ, അല്ലെ? റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുമായി ബന്ധപ്പെട്ട ചുമതല, അല്ലെ? ആ പ്ലാനുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പ്ലാനിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹോസ്പിറ്റൽ മസ്റ്റ് മെയിൻറ്റെയിൻ എ റെസ്പോൺസ് പ്ലാൻ ഇൻ എ പ്ലേസ് ഫോർ സ്പില്ലേജ് ഇൻസിഡൻസ്. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഷുഡ് ബി ഗിവൻ ട്രെയിനിങ് ഇൻ ദ സ്റ്റെപ്സ് ഓഫ് ദ response plan that includes who to contact, how to contain the spill, and how to clear and discard the waste. നമ്മൾ നേരത്തെ മിക്ക സ്പില്ലേജ് വേസ്റ്റിലും പറഞ്ഞ ഒരു പോയിന്റാണ്. നമ്മൾ ചില എന്താ പറയുക കൃത്യമായിട്ട് അത് നോട്ട് ചെയ്യണം, അതിനെ അറിയിക്കേണ്ടവരെ അറിയിക്കണം. അതിനുശേഷം അവര് പറയുന്ന ഹോസ്പിറ്റലില് ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതെല്ലാം ഫോളോ ചെയ്തിട്ടാണ് ഇത്തരം എന്താ പറയുക വേസ്റ്റുകളെല്ലാം ഡിസ്പോസ് ചെയ്യുക. അതാണ് പറയുന്നത് ഹോസ്പിറ്റൽസ് മസ്റ്റ് മെയിൻറ്റെയിൻ എ റെസ്പോൺസ് പ്ലാൻ ഇൻ ദ പ്ലേസ് ഓഫ് സ്പില്ലേജ് ഇൻസിഡന്റ്. ഇൻസിഡന്റ് നടന്ന ആ സംഭവം നടന്ന സ്ഥലത്ത് ഒരു മസ്റ്റ് പ്ലാൻ തയ്യാറാക്കണം, അല്ലെ? ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അവർക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഷുഡ് ബി ഗിവൺ ട്രെയിനിങ് ഇൻ ദ സ്റ്റെപ്സ് ഓഫ് ദ റെസ്പോൺസ് പ്ലാൻ. അതനുസരിച്ച് ഈ റെസ്പോൺസ് പ്ലാനിനനുസരിച്ചിട്ടാണ് ഹെൽത്ത് കെയറിലുള്ള ട്രെയിൻഡ് പേഴ്സൺസ് ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. That includes who to contact, ആരെ വിളിക്കണം, അല്ലെങ്കിൽ how to contain the spill, എന്തെല്ലാമാണ് അത് അടങ്ങിയ സൊല്യൂഷൻസ് എന്തൊക്കെ ഉപയോഗിക്കണം, എന്തെല്ലാം PPE കിറ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, അതൊക്കെ
ശ്രദ്ധയോടുകൂടി അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും. അതനുസരിച്ച് ആ പ്ലാനില് അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലെ. അതനുസരിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. ആൻഡ് ഹാവ് ടു ക്ലിയർ ആൻഡ് ഡിസ്കാർഡ് ദ വേസ്റ്റ്. ഈ വേസ്റ്റുകളെല്ലാം അതിനുശേഷം ഡിസ്പോസ് ചെയ്യണം അല്ലെ. ആ ഭാഗമൊക്കെ ക്ലിയർ ചെയ്തതിനു ശേഷം. The next, communication. Communication is necessary for a successful spillage waste management. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആശയവിനിമയം അല്ലെ. അത് മസ്റ്റ് ആയിട്ട് ആവശ്യമാണ്. നമുക്കറിയാം എന്തെങ്കിലും ഒരു സ്പില്ലേജ് സംഭവിച്ചു ആദ്യം തന്നെ ഇൻഫോം ചെയ്യണം. അതിനൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം അല്ലെ. ആരെ ഇൻഫോം ചെയ്യണമെന്ന് നേരത്തെ റൂൾസ് മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? കറക്റ്റ് ആയിട്ട് അത് അറിയിക്കേണ്ടവരെ അറിയിക്കണം. നെക്സ്റ്റ്, അതുമായി ബന്ധപ്പെട്ട സൊല്യൂഷൻസ് എന്താ യൂസ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് അല്ലെ ആ സൊല്യൂഷനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വ്യക്തികളുടെ നിർദ്ദേശപ്രകാരം അതേ അനുപാതത്തിലൊക്കെ എടുത്തിട്ടാണ് അവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നത്. എത്ര സമയം അത് എന്താ പറയുക എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ഔട്ട് ചെയ്തതിന് ശേഷം ഇത്ര സമയമൊക്കെ നമ്മള് അവിടെ വായു കടക്കത്തക്ക വിധത്തിലെല്ലാം ഉള്ള മാർഗങ്ങൾ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതെല്ലാം ചെയ്യണം. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷന്റെ ആവശ്യമുണ്ട്. ഇതിന്റെ സമയം കഴിഞ്ഞതിന് ശേഷം അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത്ര സൊല്യൂഷൻസ് ഒക്കെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇൻ കേസ് അതൊക്കെ എത്രയാണെന്ന് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരോടൊക്കെ കോൺടാക്ട് ചെയ്ത് അതിന്റെ സൊല്യൂഷൻസിന്റെ എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം നേടിയെടുക്കണം അല്ലെ, അറിഞ്ഞിരിക്കണം. അതിനുശേഷം മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് വേണ്ടത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ അല്ലെ. നമുക്ക് ആശയവിനിമയം നടത്തിയിരിക്കണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് അതിലെന്താ പറയുന്നത്? എഫക്റ്റീവ്ലി വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ്. ഇവര് കറക്റ്റ് ആയിട്ട് മറ്റുള്ള വ്യക്തികളോട് മാത്രമല്ല ഡിപ്പാർട്ട്മെന്റുകളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. ലൈക്ക് എൻവയോൺമെന്റൽ സർവീസസ് ടു മേക്ക് ഷുവർ ദാറ്റ് സ്പില്ലേജ് വേസ്റ്റ് ഈസ് പ്രോപ്പർലി ഹാൻഡിൽഡ് ആൻഡ് ഡിസ്കാർഡഡ്. അതായത് എൻവയോൺമെന്റ് സർവീസ് തന്നെ പ്രധാനമായിട്ടും ഇതിനൊക്കെ ഒരു താഴെ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ആക്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പ്രകൃതി സംരക്ഷണമായ നിയമങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം വെറുതെയൊന്നും ഈ വേസ്റ്റുകളൊന്നും ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ആ എൻവയോൺമെന്റൽ സർവീസുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെടേണ്ടതുണ്ടെങ്കിലും അവരുടെ നിർദ്ദേശങ്ങളൊക്കെ ആരായുകയും സ്വീകരിക്കേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് നടത്തിയിരിക്കണം. അതിനുശേഷം മാത്രമേ ഇത്തരം വേസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യാനും ഡിസ്കാർഡ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, അപ്പൊ ഇതുവരെ എങ്ങനെയുണ്ട്? ഈ 3-4 പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? ക്ലാസ്സിലേക്ക് ലയിച്ചു വരുന്നുണ്ടോ? ഈ വില്ലേജ് വേസ്റ്റിനെ കുറിച്ച് കുറെ പഠിച്ചു. ഇപ്പൊ അതിന്റെ എന്താ പറയാ, അതിന്റെ ട്രെയിനിങ് എടുക്കേണ്ട പേഴ്സൺസിന് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളെ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നുണ്ട്. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ അല്ലേ? നിങ്ങൾ ഇതിലേക്ക് ലയിച്ചു വരണേ, എന്നാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലായി പോകുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് റെക്കോർഡ് കീപ്പിംഗ്. Enough training given to health workers in record keeping procedures for spillage waste. എന്താ പറയാ, നമ്മള് എല്ലാത്തിന്റെയും അവസാനം ഒരു സംഭവം നമ്മൾ പറഞ്ഞു അല്ലെ. എല്ലാത്തിനും ഒരു റെക്കോർഡ്സ് ഉണ്ടായിരിക്കണം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിയതിനു ശേഷം എല്ലാത്തിനും ഒരു റെക്കോർഡ്സിലായി, അതായത് കറക്റ്റ് ആയിട്ടാണ് ഈ പ്രൊസീജിയേഴ്സ് എല്ലാം, നിയമങ്ങള് നടപടിക്രമങ്ങളെല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടാണ്. അതെല്ലാം സ്ക്രീൻ കാണുന്നില്ല. അങ്ങനെ തന്നെയാണോ എല്ലാവർക്കും? സ്ക്രീൻ കാണുന്നില്ല? ഹലോ, ആരെങ്കിലും റിപ്ലൈ ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീൻ കാണാത്തതുണ്ടോ? കാണാമെന്ന് പറയുന്നുണ്ട്, ഉണ്ടെന്ന് പറയുന്നുണ്ട്. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നില്ല. എനിവേ എന്തെങ്കിലും സംതിങ് പ്രോബ്ലം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് കേട്ടോ. എല്ലാവർക്കും തന്നെ അതെ റേഞ്ച് പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നുണ്ട്, തന്നെയൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടായിരിക്കും കാണാൻ പറ്റാത്തത്, റേഞ്ച് പ്രോബ്ലം കൊണ്ടായിരിക്കും. മിക്കവാറും എല്ലാവർക്കും തന്നെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് റെയർ പേഴ്സൺസിന് കാണാൻ പറ്റാത്തത് ചിലപ്പോ ആണെങ്കിൽ റേഞ്ച് പ്രോബ്ലം കൊണ്ടായിരിക്കും. വെയിറ്റ് ചെയ്ത് നോക്കും. അപ്പോ പറയുന്നത് എന്താണ്? റെക്കോർഡ് കീപ്പിംഗ്, എനഫ് ട്രെയിനിങ് given to health workers in record keeping procedure for spillage waste. This consists of a documentation of the spill, the kind of waste, the handling and disposal procedures used, and any follow-up actions taken. നമുക്ക് അറിയാം അല്ലെ, എന്തെങ്കിലും കറക്റ്റ് ആയിട്ടാണത് ആദ്യം തന്നെ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഇതൊരു സ്പില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റലൊക്കെ വരുന്ന സംഭവിക്കുന്ന സ്പില്ലേജ് വേസ്റ്റ് എന്താ പറയുക, ഹോസ്പിറ്റലിലുള്ള കുറച്ച് സ്റ്റാഫുകൾക്ക് മാത്രം അത് കൈകാര്യം ചെയ്താൽ അത് അവിടെ വീണോ അതങ്ങനെ പെട്ടെന്ന് നമുക്കൊന്ന്
ക്ലീൻ ചെയ്യുക, അങ്ങനെയൊന്നും സ്വീകരിക്കാൻ പാടില്ല. കാരണം അത് നമ്മളത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല. അത്തരത്തിലുള്ള എന്താ പറയുക എന്തെങ്കിലും ഡിസീസസ് ഒക്കെ പറ്റുന്ന അണുക്കളെയൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അത്ര എളുപ്പത്തിൽ അത് ക്ലീൻ ചെയ്ത് കളയാനായിട്ടൊന്നും പാടില്ല. അപ്പൊ അത് കൃത്യമായ പ്രൊസീജിയറിലൂടെയാണ് അത് ക്ലീൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു മേഖല, അതിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ് കീപ്പിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനെ പറ്റിയാണ് പറയുന്നത്. ദിസ് കൺസിസ്റ്റ് ഓഫ് ഡോക്യുമെന്റേഷൻ ഓഫ് ദ സ്പിൽ, the kind of waste, the handling and disposable procedures used, and any follow-up actions taken. അല്ലെ, ഏത് തരത്തിലുള്ള സ്പില്ലാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്, അത് എന്തോരമുള്ള വേസ്റ്റ്, എങ്ങനെ മേജർ ആണോ മൈനർ ആണോ അത്തരത്തിലുള്ള വേസ്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു, അല്ലെ, എങ്ങനെയാണ് എന്തൊക്കെ സ്റ്റെപ്പുകൾ ആക്ഷൻസ് ഒക്കെ എടുത്തിട്ടാണ് അത് ആ വേസ്റ്റ് റിമൂവ് ചെയ്തത്, പിന്നെ ഡിസ്പോസ് അത് എവിടേക്കാണ് നിക്ഷേപിച്ചത്, എങ്ങനെയാണ് അതിന് നിർമ്മാർജ്ജനം ചെയ്തതെന്നൊക്കെ ഉള്ള കൃത്യമായ കാര്യങ്ങളെല്ലാം ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഇനി ഫോളോ അപ്പ്, ഇൻ കേസ് ഇനി ഫോളോ അപ്പ്, ഇനി വീണ്ടും അവിടെ എന്തെങ്കിലും ചെക്ക് ചെയ്യുകയോ ഇടയ്ക്ക് വന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയോ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ റെക്കോർഡ് കീപ്പിംഗിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോ അതാണ് ഈ സ്റ്റെപ്പ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നു ഓൺഗോയിങ് എഡ്യൂക്കേഷൻ. നോക്കാം എന്താണ് ഓൺഗോയിങ് എഡ്യൂക്കേഷൻ നോക്കാം. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ട്രെയിനിങ് ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് മോഡേണൈസ്ഡ് ടു റിഫ്ലക്ട് ചേഞ്ച് ഇൻ പ്രൊസീജിയേഴ്സ്, റെഗുലേഷൻ. പോയി എന്ന് പറയണോ, എന്ത് പോയെന്നാ പറയുന്നത് അഭിലേഷ് ബാബു? എന്താണ് പോയത്? നിന്റെ നെറ്റ് പ്രോബ്ലം ആയിരിക്കും കേട്ടോ. അപ്പൊ നോക്കാം ഓൺഗോയിങ് എഡ്യൂക്കേഷൻ എന്താന്ന് നോക്കാം. Spillage waste management training should be continuous and modernized to reflect change in procedures, regulations and best practices. അപ്പൊ അതായത് എന്തെങ്കിലും കൃത്യമായ പ്രാക്ടീസസിനോട് കൂടിയിട്ട് ഉള്ള, എപ്പോഴും നമുക്കറിയാം ചേഞ്ചസ് ആണ് ഇന്നത്തെ കാലത്ത്, എപ്പോഴും ചേഞ്ചസ് ആണ്. അതായത് എന്തെങ്കിലും ഇപ്പൊ ഈ വേസ്റ്റുകളൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന കാലമാണ്. അത് പെട്ടെന്നൊക്കെ എന്താ പറയണ വളരെ സ്മൂത്ത് ആയിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലെല്ലാം ഈ വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ടെക്നോളജി വികസിച്ചെടുക്കുന്ന കാലമാണ്. അപ്പം എപ്പോഴും ഒരു ഓൺഗോയിങ് എഡ്യൂക്കേഷൻ, എപ്പോഴും ഒരു എഡ്യൂക്കേഷൻ തരത്തിൽ നമ്മളത് ആരാഞ്ഞുകൊണ്ടിരിക്കണം, അല്ലെ. എന്താണ് ഇപ്പോഴത്തെ രീതി, എന്താണ് ഈ രീതി അനുസരിച്ച് നമുക്ക് ഇത്രയും വേസ്റ്റ് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണോ, പുതിയ പുതിയ ടെക്നോളജി വികസിക്കുന്നതനുസരിച്ച് നമ്മൾ അതിനോട് കോപ്പറേറ്റ് ചെയ്യും, അല്ലെ. അതിൽ നിന്ന് കുറെ കാര്യങ്ങളെല്ലാം നമ്മൾ നേടിയെടുക്കും. അത് തന്നെയാ പറയുന്നത് മോഡേണൈസ്ഡ് ടു റിഫ്ലക്ട് ചേഞ്ച് ഇൻ എ പ്രൊസീജിയർ, റെഗുലേഷൻസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. അതായത് അത്തരത്തിലുള്ള സ്റ്റെപ്പുകളും അതിന്റെ നിയന്ത്രണങ്ങൾക്കും അനുസരിച്ച് നമ്മൾ നമ്മുടെ ഈ എന്താ പറയുക വേസ്റ്റ് റിമൂവ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ്. അതാണ് ഓൺഗോയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും പോയിന്റ്സ് ആണ് പഠിച്ചത്. ലാസ്റ്റ് പാരഗ്രാഫ് കൂടി പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. Effective training and education for spillage waste management will minimize the risks and hazards related with spillage waste in hospitals and make sure the safety of healthcare workers, patients and the environment. നമുക്കറിയാം ഇതെല്ലാം പറയുന്നത് എപ്പോഴും ഈ വേസ്റ്റിൽ നിന്ന്, അല്ലെ, ഇതുമൂലം മറ്റുള്ളവർക്ക് രോഗങ്ങൾ വരാതിരിക്കുക എന്നതാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുക, അല്ലെ. പരിസ്ഥിതിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിക്കരുത്, അല്ലെങ്കിൽ പേഷ്യൻസിന്, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്, നഴ്സസിന്, അവിടെ വർക്ക് ചെയ്യുന്ന ഏത് സ്റ്റാഫിനും യാതൊരു വിധത്തിലും ഈ വേസ്റ്റ് മൂലം അസുഖങ്ങളൊന്നും വരരുത് എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത് എഫക്റ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് will minimize, അത് കുറച്ചു കൊണ്ടുവരുന്നു, and risks and hazards related with spillage waste in ഹോസ്പിറ്റലിലെ അപകടകരമായ കാര്യങ്ങള്, വേസ്റ്റുമായി ബന്ധപ്പെട്ട, സ്പില്ലേജുമായി ബന്ധപ്പെട്ട അപകടകരമായ കാര്യങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. And make sure the safety of healthcare workers, patients and the environment. പ്രകൃതിക്കും വർക്കേഴ്സിനും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആയിട്ടുള്ള ഏത് സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും സേഫ്റ്റി, സുരക്ഷിതത്വം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം റൂൾസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ എന്താ പറയുക നമ്മളെ എഡ്യൂക്കേഷൻ അത് പറഞ്ഞു തരുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഇത് കൊടുക്കാൻ കാരണം ഇത്തരത്തിലുള്ള രീതിയിൽ തന്നെ കൈകാര്യം ചെയ്താൽ മാത്രമേ ഇത്തരം സേഫ്റ്റി കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. അത് പ്രകൃതിക്കും അതേമാതിരി തന്നെ പേഷ്യൻസിനും ഹെൽത്ത് കെയർ വർക്കേഴ്സിനും എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ഓക്കെയാണോ? ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ സ്പില്ലേജ് വേസ്റ്റ്
മാം കുറച്ചു ഡേയ്സ് ആബ്സെന്റ് ആയിരുന്നു. ഇത് സെക്കൻഡ് മൊഡ്യൂൾ ആണോ ഫസ്റ്റ് മൊഡ്യൂൾ ആണോ? ഇത് ഫസ്റ്റ് മൊഡ്യൂൾ ആണ്. സെക്കൻഡ് മൊഡ്യൂളിന്റെ 31 നിങ്ങള് ചാപ്റ്റർ എടുത്ത് നോക്കൂ. 31 സ്പില്ലേജ് വേസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾസ് ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് 31 ചാപ്റ്റർ സ്പില്ലേജ് വേസ്റ്റ് ആണ്. ഇതെന്തായാലും ക്ലാസ് ഒക്കെ റെക്കോർഡഡ് ആയിരിക്കും, നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കേൾക്കാം. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പോയിന്റ്സ് ഒക്കെ. ഓക്കെ, നോക്കൂ. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. താങ്ക് യു. അപ്പോ അത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയാ, ചോദിക്കുക കേട്ടോ. എന്തെങ്കിലും മെസ്സേജ് അയക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടോ? അതില് എന്താ പറയുന്ന ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. പിന്നെ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ നമ്മൾ നേരത്തെ പഠിച്ച രണ്ടാമത്തെ പോയിന്റ് പറയുന്നുണ്ട്. ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് അത് നോക്കാം. പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു ദ ഹെൽത്ത് വർക്കേഴ്സ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. നമ്മൾ എത്ര ടൈപ്പിലുള്ള സ്പില്ലേജ് വേസ്റ്റ് പഠിച്ചു? ഹലോ, ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത്. എത്ര വേസ്റ്റ്? 7. അപ്പൊ 7 തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പൊ അതിൽ ഓരോന്നിനും ഓക്കെ ഗുഡ്, എല്ലാവരും തന്നെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ 7 തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ അതില് ഓരോന്നിലും ചില കാര്യങ്ങളിലെല്ലാം വളരെ കെയർഫുൾ ആയിരിക്കുന്ന കാര്യങ്ങൾ, ചിലതിലൊക്കെ ചില സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ചിലതിൽ നമ്മൾ ഉപയോഗിക്കുന്ന PPE നമ്മൾ ചിലപ്പോൾ ഗോഗിൾസ് അങ്ങനെ റെസ്പിറേറ്ററി ആയിട്ടുള്ള പ്രൊട്ടക്ഷനോട് കൂടിയ എക്യുപ്മെന്റ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ചിലതിൽ നമ്മൾ പറഞ്ഞു എന്താ പറയുക, വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരെങ്ങനെ എന്താണ് ഐസൊലേറ്റ് ചെയ്തു, ആ സ്ഥലങ്ങളൊക്കെ ഐസൊലേറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ആക്ഷൻ എടുക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഏത് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവിടെ ഉപയോഗിക്കേണ്ട സൊല്യൂഷനും അവിടെ ഉപയോഗിക്കേണ്ട എക്യുപ്മെന്റ്സും തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഹാൻഡിൽ ചെയ്യണം. അതിൽ എന്തൊക്കെ യൂസ് ചെയ്യണം, അതാണ് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. അവിടെ ആ സ്പില്ലേജ് വേസ്റ്റിൽ എന്തൊക്കെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, അതായത് PPE ഉൾപ്പെടുത്തേണ്ട എക്യുപ്മെന്റ് ഏതൊക്കെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അതനുസരിച്ച് അത് ധരിച്ചിട്ട് വേണം അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് വീണ്ടും പറയുന്നുണ്ട് ഏതൊക്കെ സ്ഥലത്താണ് അത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ആ വേസ്റ്റുകളെല്ലാം നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ എവിടേക്കാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഏതൊക്കെ സൊല്യൂഷനാണ് അവിടെ ഉപയോഗിക്കേണ്ടത്, അതൊക്കെയാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ടത്. 7 തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പൊ അത് ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്, അതനുസരിച്ചുള്ള സൊല്യൂഷൻ ഉപയോഗിക്കണം. അതനുസരിച്ചുള്ള PP കിറ്റുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ദെൻ അതനുസരിച്ചുള്ള ഡിസ്പോസൽ, അതായത് പ്രൊസീജിയേഴ്സ്, ആ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് ഏതൊക്കെ രീതിയിലാണ് ആ വേസ്റ്റുകളൊക്കെ ഏത് ഹസാർഡ് ബാഗ്സിലാണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത് അവിടെ തന്നെ നിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കണം, അല്ലെ? അതാണ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഹലോ, ഡൗട്ട് ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? അപ്പൊ ഇനി നെക്സ്റ്റ് വേറെന്തെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് പോട്ടോ. ആദ്യത്തെ ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ ആണ്, അത് ഹാൻഡിൽ ചെയ്യുന്ന കാര്യം. നെക്സ്റ്റ് തേർഡ് വൺ എന്താ പറയുന്നത്, റെസ്പോൺസ് പ്ലാൻ, അതുമായി ബന്ധപ്പെട്ട പ്ലാൻ, അല്ലെ? അവിടെ തന്നെ ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ സംഭവിച്ചു, അതായത് തന്നെ ഐഡന്റിഫൈ ചെയ്തു. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളായി. പിന്നെ റെസ്പോൺസ് പ്ലാൻ, ഇത് ഇങ്ങനെ ഒരു പ്ലാൻ വേണം, അല്ലെ? നമ്മൾ എന്ത് സംഭവിച്ചാലും അതിന്റെ അതോറിറ്റിക്ക് നമ്മൾ കീഴ്പ്പെട്ടിരിക്കും. ഇന്ന രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുന്നതെന്ന് എപ്പോഴായാലും ഒരു ക്വസ്റ്റ്യൻ വരും, അല്ലെ? അപ്പൊ അതിന് റെസ്പോൺസ് പ്ലാൻ തയ്യാറാക്കണം. ആ റെസ്പോൺസ് പ്ലാനിൽ ആരൊക്കെ കോണ്ടാക്ട് ചെയ്യണം, എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്, അതിന് ഹൗ ടു ക്ലിയർ, ഇത് എങ്ങനെയാണ് ക്ലിയർ ചെയ്ത്, എത്ര സൊല്യൂഷനാണ് ഉപയോഗിച്ചത്, എത്രത്തോളം മെറ്റീരിയൽസ് ഇവിടെ ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ വേസ്റ്റുകളെല്ലാം എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്, ഇതെല്ലാം ഈ പ്ലാനിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ പറഞ്ഞു എന്തിനും എന്താ പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ വേണം. ആരെ അറിയിക്കുകയാണെങ്കിലും എത്ര സൊല്യൂഷനാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാണെങ്കിലും പിന്നെ എന്ത് കഴിവുള്ള വ്യക്തികളല്ലേ അവിടെ അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ട്രെയിൻഡ് പേഴ്സൺസ് ആയിരിക്കണം. അപ്പൊ ആ പേഴ്സണ് എത്തിക്കാനാണെങ്കിലും എപ്പോഴും കമ്മ്യൂണിക്കേഷന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ അതാണ് അതൊരു പോയിന്റ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് റെക്കോർഡ് കീപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്, അത് കൃത്യമായിട്ടാണ് ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ചെയ്തിരിക്കുന്നത്
എന്തെങ്കിലും ആക്ഷൻസ് ഒക്കെ നടത്തേണ്ടത് ഇനിയും ഉണ്ടോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് എങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻ ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഓൺ ഗോയിങ് എഡ്യൂക്കേഷൻ. എപ്പോഴും നമ്മള് വിജിലൻ അല്ലെ, നമ്മൾ ജാഗ്രതയോട് കൂടിയിട്ട് ഇപ്പൊ നടക്കുന്ന ടെക്നോളജി എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക, അതിനനുസരിച്ചുള്ള ട്രെയിനിങ് പ്രാക്ടീസസുകൾ എപ്പോഴും നേടിയിരിക്കുക. അതൊരു പോയിന്റ് ആയിട്ട് എടുത്ത് പറയുന്നത് ഓൺ ഗോയിങ് എഡ്യൂക്കേഷൻ. അങ്ങനെ അത്തരം പോയിന്റ് മാത്രമാണ് എന്തിലും പറയുന്നത് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെയാണോ? കണ്ടിന്യൂ ചെയ്യട്ടെ അടുത്തതിലേക്ക് പോയിക്കോട്ടെ? ഓക്കെയാണോ? നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞാലല്ലേ എനിക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എങ്ങനെ കിട്ടിയത്? നിങ്ങൾ യെസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലയൻസ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. നമ്മൾ ഇത്ര നേരത്തെ പഠിച്ചത് എന്തൊക്കെയാണ് സ്പില്ലേജ് വേസ്റ്റ്, അതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. നമ്മൾ അപ്പോഴും എപ്പോഴും എല്ലാ പോയിന്റിലും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എപ്പോഴും പറയുന്നതാണ് റെഗുലേഷൻ, അതായത് എന്തിനും പ്രൊസീജിയേഴ്സ്, എന്തെങ്കിലും സ്പില്ലേജ് വേസ്റ്റ് സംഭവിച്ചു പോയാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്തായാലും നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അത് നിയമ നടപടികൾക്ക് വിധേയമായിട്ടായിരിക്കണം അതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. കാരണം അതിന്റെ മെയിൻ പ്രാധാന്യം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എൻവയോൺമെന്റിനും പേഷ്യൻസിനും അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും, നഴ്സ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും മറ്റേത് വർക്കേഴ്സിനാണെങ്കിലും അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വന്നാൽ അതുമായി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൃത്യമായിട്ട് എന്താ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് എന്ത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലയൻസ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. എന്തൊക്കെ റെഗുലേഷൻസ് ആണ്, എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഈ സ്പില്ലേജ് വേസ്റ്റ് സംഭവിക്കുമ്പോൾ. നോക്കാം. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ ഈസ് ബേസ്ഡ് ഓൺ എ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വിച്ച് എയിംസ് എൻഷുറിംഗ് in a compliance with the environmental and public health directive. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പബ്ലിക് നമ്മുടെ എന്താ പറയുക ജനങ്ങളുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ പ്രകൃതിക്ക് എൻവയോൺമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഇണങ്ങുന്ന തരത്തിൽ മാത്രമേ ഈ സ്പില്ലേജ് വേസ്റ്റിനെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ അല്ലെ. എന്തെങ്കിലും പ്രകൃതിക്ക് എന്തെങ്കിലും ബാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും ബാധിക്കുകയാണെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ ആ ഉറപ്പ് വരുത്തിക്കണം, അത് ഒരിക്കലും ആ പ്രോബ്ലംസ് ഒന്നും സംഭവിക്കില്ല എന്നുള്ള എൻഷുറിങ് ഒരൊപ്പാണ് നമ്മൾ ഈ ഇതിൽ പറയുന്നത്. Here are some important features aspect of the regulatory framework and compliance for spillage waste management. ഇവിടെ താഴെ പറയുന്ന കുറച്ച് ഫീച്ചേഴ്സ് സവിശേഷതകൾ കാണിക്കുന്നുണ്ട്. എന്താ റെഗുലേറ്ററി ഫ്രെയിംവർക്കുമായി നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് ആണ് താഴെ പറയുന്നത്. നോക്കാം. ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻ. ഇതിനു മുമ്പ് ഞാൻ സെക്കൻഡ് പോയിന്റ് നിങ്ങൾക്ക് പഠിപ്പിക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് അവിടെ കിടക്കട്ടെ. സെക്കൻഡ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാലാണ് ഫസ്റ്റ് പോയിന്റ് പറയാനായിട്ട് എളുപ്പം. അതുകൊണ്ട് സെക്കൻഡ് പോയിന്റ് ഞാൻ പറയാം. ഫസ്റ്റ്ലി എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി EPA ഗൈഡ്ലൈൻസ്. അതായത് നമ്മളുടെ ഗവൺമെന്റ് ഫോളോ ചെയ്യുന്നത്, ഇന്ത്യ ഗവൺമെന്റ് ഫോളോ ചെയ്യുന്നത് EPA എന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. അതൊരു സംഭവമാണ്. ഈ EPA വഴിയായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണ് താമോളി കൊടുക്കുന്ന ഏതൊരു ആക്ടും ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ്. അതാണ് ഞാൻ സെക്കൻഡ് വൺ ആദ്യം പറയാന്ന് പറയുന്നത്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഗൈഡ് ലൈൻ. ഈ ഗൈഡ് ലൈൻസിന് അനുസരിച്ചാണ് ഇവിടെ താമോളി കൊടുത്തിരിക്കുന്നതും താഴെയുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ആക്ടുകളൊക്കെ വരുന്നത്. അപ്പൊ അതിന്റെ പേരാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഗൈഡ് ലൈൻസ്. ശരിക്കും അത് 1986 അത് വരുന്നത്. അതുകൊണ്ടാണ് അതിന് വേറൊരു പേരും കൂടി അറിയും, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ആക്ട് 86 എന്നും പറഞ്ഞുകൊണ്ടൊക്കെ വേറെ പേരിലൊക്കെ അറിയുന്നത്. അപ്പൊ ഇതിന്റെ ഗൈഡ് ലൈൻസിന് അനുസരിച്ചിട്ടാണ് കുറെ ആക്ടുകളൊക്കെ താഴെ കൂടി. നമുക്കറിയാലേ മിക്ക ഇതുകളിലും പറയും എന്തെങ്കിലും റൂൾസുകൾ പറയുമ്പോൾ സെക്ഷൻ അണ്ടർ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഹെഡ് ലൈൻസ് ഒക്കെ കൊടുത്തിട്ടാണ് നമുക്ക് റൂൾസുകളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത്, എന്തെങ്കിലും ആക്ടുകളൊക്കെ വരുന്നത്. അപ്പൊ ഇതിന്റെ ഗൈഡ് ലൈൻ അനുസരിച്ചാണ് ആ ആക്ടുകളൊക്കെ വന്നിരിക്കുന്നത്. The EPA provides instruction for the management and disposal of dangerous waste, including spillage waste. Hospital must abide by these guidelines to keep away from fines and penalties. In case എന്തെങ്കിലും നമ്മളിപ്പോ ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത്
ഈ വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യാൻ ഹോസ്പിറ്റലിലും ഈ ഏജൻസി ഒരു ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻ അനുസരിച്ച് മാത്രമേ ഈ വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലെ അപകടകരമായ വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യണമെങ്കിൽ ഈ EPA ഗൈഡ് ലൈൻസ് അനുസരിച്ചേ പോകാൻ പറ്റുള്ളൂ. ഇൻ കേസ് അതെല്ലാം അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ടു കീപ്പ് എവേ ഫ്രം എന്തെങ്കിലും സംഭവിച്ചാൽ ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് ഇവർ ഈടാക്കും. അത് ഗവൺമെന്റിന്റെ ഒരു ഗൈഡ് ലൈൻ ആണ്. ഈ ഗൈഡ് ലൈനിന്റെ പേരാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി EPA. അപ്പൊ നിങ്ങൾ ഈ ഫുൾ ഫോം ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് EPA ഫുൾ ഫോം എന്ന് പറയുന്നത്? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു ഗൈഡ് ലൈൻ ആണ്. ഇതനുസരിച്ചിട്ടാണ് ഹോസ്പിറ്റലെല്ലാം ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ ഇൻ കേസ് അത് ചെയ്തില്ല എങ്കിൽ പെനാൽറ്റീസും ഫൈൻസ് ഒക്കെ അവര് ചുമത്തും അല്ലെ. നമുക്കറിയാം ഗവൺമെന്റ് നമ്മളിൽ നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്നും ഈടാക്കും. അപ്പൊ ഈ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക്, അതായത് ഇതിലെ സെക്കൻഡ് പോയിന്റാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? EPA എന്നുള്ളത് പോയോ? ആക്ട് ഒക്കെ പഠിപ്പിച്ചപ്പോഴേക്കും എല്ലാവരും പോയോ? ഇല്ല, എല്ലാവർക്കും ക്ലിയർ ആയിട്ട് പറയുന്നത്. ആക്ട് എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ. എന്തിനും ഏതിനായാലും കുറച്ച് റൂൾസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ കൈകാര്യം ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ കൈകാര്യം ചെയ്യേണ്ട റൂൾസിന്റെ കാര്യമാണ് നമ്മൾ ഇത് നോട്ട് ചെയ്ത് വെക്കാം. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി EPA. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. അതായത് ആദ്യത്തെ പോയിന്റിലേക്ക് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ്. ഭരണകരമായിട്ടുള്ള എന്താ പറയാനായിട്ട് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റിന്റെ, അതായത് കേരള ഗവൺമെന്റിന്റെ ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ കേരള ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. Hospitals are subject to federal and state regulations governing the management and disposal of dangerous waste that include village waste. നമ്മൾ പറയാണ് ഈ ഗവൺമെന്റില് എന്താണ് ഇത്തരത്തിലുള്ള റെഗുലേഷൻ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകൾ, ഇൻക്ലൂഡ് വില്ലേജ് വേസ്റ്റ്, എന്തെങ്കിലും ചോർച്ചകൾ, ചെറിയ ചെറിയ അണുക്കൾ വരാൻ ചാൻസ് ഉള്ള ചെറിയ ചോർച്ചകളെ സംബന്ധിച്ചുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളെ സംബന്ധിച്ചുള്ള നിയന്ത്രണങ്ങളെല്ലാം ഇത് ഗവൺമെന്റിന്റെ ഇതിലുമുണ്ട്. ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻ അവരുടെ അവർ പറയുന്നുണ്ട്. അതിലെ എക്സാമ്പിളുകൾ പറയാണ്. എക്സാമ്പിൾ കൺസിസ്റ്റ് ഓഫ് ദ റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്, RCRA. അതൊരു ആക്ട് ആണ്. അതുമായി ബന്ധപ്പെട്ട ഈ RCRA എന്നൊക്കെ പറയുന്നത് ഓരോരോ ഇപ്പം ഇന്ത്യയിലെ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയായിരിക്കണമെന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ എപ്പോഴും പറയുന്നത് അനുസരിച്ച് ഇത്തരം ആക്ടുകൾ ഉണ്ടാവും. ഏതെങ്കിലും ആക്ട് ഉണ്ടാവും. ആ ആക്ട് അനുസരിച്ച് അത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ട്രെയിൻഡ് പേഴ്സൺസിന് അത് എന്താ പറയുക, അവർക്ക് അത് ക്ലീൻ ചെയ്യാൻ അറിയാം. പക്ഷെ ആ ആക്ടുകൾ എന്തൊക്കെയാണെന്നൊന്നും ചിലപ്പോൾ അവരൊക്കെ അറിയണമെന്നില്ല. അപ്പൊ ഇത്തരം ആക്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് അത് ഹോസ്പിറ്റലിലെ മെയിൻ ആയിട്ടുള്ള വ്യക്തികൾക്ക് അറിയാൻ പറ്റും. അതപ്പോ അതനുസരിച്ച് അത് ഫോളോ ചെയ്യുള്ളൂ. അതാണ് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് റിസോഴ്സ് കൺസർവേഷൻ റിക്കവറി ആക്ട്. ഒന്നാമതായിട്ട് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഏറ്റവും മൂല്യമായിട്ടുള്ള ഘടകങ്ങൾ അല്ലെ, നമ്മളുടെ എന്താ പറയാ വെള്ളം, ശുദ്ധമായ വെള്ളം, നമ്മുടെ വായു, ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ട് ആണ് ഇത്. റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. ആൻഡ് ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്തി അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ നമുക്കറിയാം സേഫ്റ്റിക്ക് അത് ആർക്കാണ്? ഹെൽത്തി അഡ്മിനിസ്ട്രേഷൻ, അവിടുത്തെ സ്റ്റാഫുകൾക്കുമായി ബന്ധപ്പെട്ട അവരുടെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ആക്ട് ആണത്. മറ്റേത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൂലധന വസ്തുക്കൾ അല്ലെ, നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടേണ്ട നല്ല നല്ല ഫ്രീ ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സുമായി ബന്ധപ്പെട്ട ഒരു ആക്ട് ആണ് എന്താ, റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. ആൻഡ് ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. നമ്മുടെ എന്താ പറയുന്ന സ്റ്റാഫ്, അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫിനും അവരുടെ ഹെൽത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ് എന്താ, OSH. അപ്പൊ ഇതിന്റെ ഫുൾ ഫോം ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. RCRA എന്ന് വെച്ചാൽ എന്താണ്? റിസർവ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് ആണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞു OSH, അതെന്താണ്? ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദെൻ ബ്ലഡ് ബോൺ പാത്തജൻ സ്റ്റാൻഡേർഡ്. അതായത് എന്താ പറയാ, ബ്ലഡ് കൂടി അല്ലെ, നമ്മുടെ ബ്ലഡുമായി ബന്ധപ്പെട്ട രോഗാണു സംഭവിക്കാവുന്ന രീതിയിലുള്ള ഒരു ഗൈഡ് ലൈൻസ്.
അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആക്ട് ആണിത് ബ്ലഡ് ബോൺ പാത്തജൻ സ്റ്റാൻഡേർഡ്. അത് സ്റ്റാൻഡേർഡ് അനുസരിച്ച് അതിനൊരു ഫിക്സ്ഡ് സ്റ്റാൻഡേർഡ് ആണ് കീപ്പ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കൗണ്ടും സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കുറെ സ്റ്റാൻഡേർഡുകൾ ഉണ്ടാവും. അതാണ് ബ്ലഡ് ബോൺ പാത്തജൻ സ്റ്റാൻഡേർഡ്. ഇത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്. ഇങ്ങനെ കുറെ ആക്ടുകളൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വെറുതെ പറഞ്ഞു തരുന്നത്. അത്യാവശ്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അറിഞ്ഞിരിക്കാന്ന് മാത്രം. അപ്പോ അത് ഇതെല്ലാം എന്തിന്റെ ഇതിലാണ്? എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ ഗൈഡ് ലൈന് കീഴിൽ വരുന്ന ഓരോ ആക്ടുകളാണ് ഇതെല്ലാം. ഇത് രണ്ട് കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക. ഒന്ന്, നമ്മുടെ റിസോഴ്സുമായി ബന്ധപ്പെട്ടതാണ് RCRA. രണ്ട്, നമ്മുടെ ഹോസ്പിറ്റലിലെ പേഴ്സൺസിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണ് OSHA. പിന്നെ ബ്ലഡ് ബോൺ പാത്തജൻ സ്റ്റാൻഡേർഡ്സ് അവര് കീപ്പ് ചെയ്യുന്നുണ്ട്. അതും കൂടി ഓരോ ഹോസ്പിറ്റലും അത് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടിയാണ് ഇന്നത്തെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? കുറച്ച് ആക്ട് ആണത്. അത് അങ്ങനെയുള്ള ഒരു നിയമ നടപടിയാണ്. നിങ്ങൾ മനസ്സിലാക്കി പോകാന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. RCRA, OSHA എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഇങ്ങനത്തെ ഉള്ള വേസ്റ്റുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള കുറച്ച് ആക്ടുകളാണ്. അത് ഇതിന്റെ അണ്ടറിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ്. നമ്മുടെ സാധാരണയായിട്ടുള്ള ലോക്കൽ അല്ലെ പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പെർമിറ്റുകൾ. അത് ഇപ്പൊ നമുക്ക് വെറുതെ വേസ്റ്റുകളൊക്കെ നിർമ്മാണം ചെയ്യാൻ ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് വെറുതെ തീരുന്ന കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെയൊന്നും നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അത് കൃത്യമായ പെർമിറ്റുകളോട് കൂടിയിട്ട് മാത്രമേ അവർ പറയുന്ന സൊല്യൂഷൻസ് ഉപയോഗിച്ച് അവർ പറയുന്ന കൃത്യമായ നോട്ടിഫിക്കേഷൻ അല്ലെ അതെല്ലാം കിട്ടിയതിന് ശേഷം മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ആ പെർമിറ്റിനെ കുറിച്ച് പറയുന്നത്. സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്. ഹോസ്പിറ്റൽ മസ്റ്റ് ഗെറ്റ് പെർമിറ്റ്സ് ഫ്രം സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ അതോറിറ്റീസ് ടു ഹാൻഡിൽ ഇറ്റ് ആൻഡ് ഡിസ്പോസ് ഓഫ് അൺസേഫ് വേസ്റ്റ് ഇൻക്ലൂഡിങ് സ്പില്ലേജ് വേസ്റ്റ്. അപ്പൊ ഇത്തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവരിൽ നിന്നെല്ലാം പെർമിഷൻ മേടിക്കുന്നു. അതിൽ നിന്നെല്ലാം സ്റ്റേറ്റിൽ നിന്നല്ലേ, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും ലോക്കൽ ആയിട്ടുള്ള ബോഡിയിൽ നിന്നുമുള്ള പെർമിഷൻ ഉണ്ടായിരിക്കണം. ഇൻക്ലൂഡിങ് സ്പില്ലേജ് വേസ്റ്റ്. എന്തെങ്കിലും എന്താ പറയുക, ചെറിയ തരത്തിലുള്ള ചോർച്ചകൾ, ഇപ്പോ അണുക്കൾ കെമിക്കൽ ആണെങ്കിലും മെർക്കുറി ആണെങ്കിലും ചെറിയ ചോർച്ച മതി അല്ലെ മൊത്തത്തില് വ്യാപിക്കാനായിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ചോർച്ചകളും ഇതെല്ലാം ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളും എല്ലാം ഡിസ്പോസ് ചെയ്യാനായിട്ട് സ്റ്റേറ്റിന്റെയും ലോക്കലിന്റെയും പെർമിറ്റ് ആവശ്യമാണ്. നെക്സ്റ്റ്, ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. അതായത് നമുക്കറിയാലേ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിന്റെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവർക്ക് മാത്രമേ, ആ സ്റ്റാഫുകൾക്ക് മാത്രമേ അത് കൈകാര്യം ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. അത് തന്നെ പറയുന്നത് ഹെൽത്ത് കെയർ വർക്കേഴ്സ് who manipulate spillage waste must get training and certification in dangerous waste management and disposal procedures to ensure compliance with the regulation. അതായത് കൃത്യമായിട്ടുള്ള റെഗുലേഷൻ, എത്രയായിട്ടുള്ള ആ നിയന്ത്രണങ്ങളോട് കൂടിയിട്ടുള്ള കൈകാര്യം ചെയ്യാനായിട്ട് കഴിവുള്ള സർട്ടിഫൈ ചെയ്ത പേഴ്സൺസിന് മാത്രം ഇത്തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ട്രെയിൻഡ് ആയിട്ട് സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള പേഴ്സൺസ് അവർ മാത്രമേ ഇത്തരം സ്പില്ലേജ് വേസ്റ്റുകൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് ഉറപ്പുവരുത്തുക. എന്താ പറയുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പറഞ്ഞിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം ഈ സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള പേഴ്സൺസ് മാത്രമേ, ഈ ട്രെയിൻഡ് സർട്ടിഫൈഡ് പേഴ്സൺസ് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നു റെക്കോർഡ് കീപ്പിംഗ്. Hospital must keep records of spillage waste management activities that includes documentation of spills, handling and disposal procedures and any follow-up actions already taken. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതെല്ലാം കഴിഞ്ഞാലും എപ്പോഴും എന്തായിരിക്കണം, അവിടെ ഇതെല്ലാം റെക്കോർഡ് കീപ്പ് ചെയ്തിരിക്കണം. എന്തൊക്കെ സ്പില്ലേജ് വേസ്റ്റ് സംഭവിച്ചാലും അവിടെ എല്ലാം അതെങ്ങനെ കൈകാര്യം ചെയ്തു, അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു, എവിടെയാണ് ഡിസ്പോസ് ചെയ്ത്, ആരൊക്കെ പെർമിഷൻ കിട്ടി, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റാഫാണ് അത് കൈകാര്യം ചെയ്ത്, സർട്ടിഫൈഡ് പേഴ്സൺസ് ആണോ, എന്തൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാം അത് ഓൾറെഡി കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ത് റെക്കോർഡ്സുകൾ. നെക്സ്റ്റ്, ഇൻസ്പെക്ഷൻസ്. Regulatory agencies oversees inspections of hospital to ensure compliance with the dangerous waste management regulations. Hospital must be ready for these inspections and have a plan in a place to rectify any insufficient identified during the inspection.
ഇപ്പോ നമുക്കറിയാലേ ഏത് ഹോസ്പിറ്റലാണെങ്കിലും എന്താണെങ്കിലും പെർമിഷൻ ഒക്കെ കിട്ടാം. സ്കൂളുകൾക്ക് പെർമിഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് പെർമിഷൻ അതൊക്കെ കിട്ടാനായിട്ട് എന്തായാലും ഇൻസ്പെക്ഷൻസ് വരും. അപ്പൊ ഇങ്ങനെ ഇപ്പോ ഡേഞ്ചറസ് വേസ്റ്റുകളൊക്കെ വരെയാണ് അതിനൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗങ്ങൾ അവിടെ ഉണ്ട്, എന്തൊക്കെ സ്റ്റാഫുകളുണ്ട്, എന്തൊക്കെ സൊല്യൂഷൻസ് ഒക്കെ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം റെഗുലേറ്ററി ഏജൻസീസ് ഓവർസീസ് ഇൻസ്പെക്ഷൻ അവര് ചെയ്യണം, ഇൻസ്പെക്ട് ചെയ്യണം. ഹോസ്പിറ്റൽസ് ടു എൻഷുർ കംപ്ലൈൻസ് വിത്ത് ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻസ്, ആ റെഗുലേഷൻസ് അനുസരിച്ച് മാനേജ്മെന്റിന്റെ നിയമ നടപടികളിലെല്ലാം ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഇൻസ്പെക്ഷൻ നടത്തണം. Hospital must be ready for these inspections and have a plan in place to rectify any insufficient identified during the inspection. ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെ, എന്തെങ്കിലും ചെയ്തിട്ടില്ല, എന്തെങ്കിലും പ്രോബ്ലംസ് ഇങ്ങനെ അവർ നോട്ടിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ. തിരിച്ചും എന്താ പറയുക, വീണ്ടും എന്തെങ്കിലും നടപടികൾ ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താ സഫീഷ്യന്റ് ആക്കണം അല്ലെ, അത് മതിയായ രീതിയിലുള്ള മുൻകരുതലുകളെല്ലാം എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. നെക്സ്റ്റ് പെനാൽറ്റീസ് ഫോർ non-compliance. The hospital that fail to abide by dangerous waste management regulation may have to face fines, penalties and legal actions. ഇൻ കേസ് എന്തെങ്കിലും സ്പില്ലേജ് വേസ്റ്റുകളെല്ലാം നമ്മൾ ഹോസ്പിറ്റലുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പെർമിഷനോട് കൂടിയിട്ടല്ല, അല്ലെങ്കിൽ ട്രെയിൻഡ് സ്റ്റാഫുകളല്ല, എന്താ പറയാ കറക്റ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചല്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലും നോട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് പെനാൽറ്റീസ് ഒക്കെ ഈടാക്കും. അത് കൊടുക്കാനായിട്ട് ലീഗലായിട്ട് അത് കൊടുക്കാനായിട്ട് നിയമ നടപടികൾക്ക് അനുസരിച്ച് അത്തരം പെനാൽറ്റികളെല്ലാം കൊടുക്കാനായിട്ട് ഇവര് ബാധ്യസ്ഥരാണ്, ഹോസ്പിറ്റലുകൾ ബാധ്യസ്ഥരാണ്. Then compliance with the regulatory framework of spillage waste management is critical for safeguarding the environment and public health and avoiding legal and financial penalties. Hospital must be up to date on regulations and guidelines, secure the required permits, provide training and certification to healthcare workers, keep accurate records and be prepared for inspections. എപ്പോഴും ഇത് മൊത്തത്തിൽ ഒന്ന് ഇങ്ങനെ പറയുകയാണ്, എന്താ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സേഫ് ഗാർഡുകളെല്ലാം യൂസ് ചെയ്യുന്നുണ്ടോ, എൻവയറമെന്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടോ, പബ്ലിക് ഹെൽത്തിനെ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളതെല്ലാം കൃത്യമായി നോട്ട് ചെയ്യണം. ദെൻ ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ പെനാൽറ്റീസ്, അങ്ങനെയുള്ള പെനാൽറ്റീസ് വന്നു കഴിഞ്ഞാലും അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഹോസ്പിറ്റൽ മസ്റ്റ് ബി അപ് ടു ഡേറ്റ് ഓൺ റെഗുലേഷൻസ് ആൻഡ് ഗൈഡ്ലൈൻസ്, എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ പുതിയ ടെക്നോളജി വികസിക്കുന്നുണ്ടായെങ്കിൽ അത്തരത്തിലുള്ള വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടുള്ള പ്രാക്ടീസ് കൊടുത്ത സ്റ്റാഫിനെയും എന്താ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം അല്ലെ. അതെല്ലാം അപ്ഡേഷൻ ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, ഹോസ്പിറ്റലുകാരെ നോട്ട് ചെയ്ത് വെക്കണം. അതനുസരിച്ചുള്ള ഗൈഡ് ലൈൻസുകളൊക്കെ ഫോളോ ചെയ്തിരിക്കണം, റൂൾസുകൾ ഫോളോ ചെയ്തിരിക്കണം. സെക്യൂർ ദ റിക്വേർഡ് പെർമിറ്റ്സ്, അവർക്ക് കൃത്യമായ പെർമിറ്റ്സുകളൊക്കെ നേടിയിരിക്കണം. ദെൻ പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ടു ഹെൽത്ത് കെയർ വർക്കേഴ്സ്, അവർക്കെല്ലാം എന്താ പറയുക ട്രെയിനിങ് കൊടുത്തിരിക്കണം. സർട്ടിഫിക്കറ്റുള്ള കറക്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ള പേഴ്സൺസിനൊക്കെ ഇവിടെയെല്ലാം അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ. കീപ് ആക്യുറേറ്റ് റെക്കോർഡ്സ് എല്ലാം ആക്യുറേറ്റ് ആയിരിക്കണം അല്ലെ, കൃത്യമായിരിക്കണം. ആൻഡ് പ്രിപ്പയർഡ് ഫോർ ഇൻസ്പെക്ഷൻസ്, ഇൻസ്പെക്ഷൻസ് ഒക്കെ വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കണം. അതുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സും എല്ലാം കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് മൊത്തത്തിൽ ശരിക്കും എന്താ പറയുക, ഹോസ്പിറ്റലിന്റെ ഫിറ്റ്നസ് അല്ലെ, അത് ഹോസ്പിറ്റലിലെ ഡേഞ്ചറസ് വേസ്റ്റുകൾ എങ്ങനെ കൈകാര്യം ചെയ്യും, അതെല്ലാം ഏത് രീതിയിൽ കൂടെയാണ്, ഏതൊക്കെ ആക്ട് വഴിയാണ് എന്നൊക്കെ ഉള്ള കാര്യമാണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈൻസ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചോ? ഹലോ, ഇത് കേട്ടിട്ട് എങ്ങനെയാ, എന്തെങ്കിലുമൊക്കെ കിട്ടിയോ? ഹലോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ? ഹലോ, യെസ് എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും പോയിന്റുകൾ, ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് വിട്ടുപോയോ, നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടോ, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരേണ്ടതുണ്ടോ? ഞാൻ വീണ്ടും ഒന്നും കൂടി നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാം. ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ്
ആദ്യം നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റിന്റെ അല്ലെ നമ്മുടെ കൃത്യമായ ഒരു റെഗുലേഷൻ നിയന്ത്രണങ്ങളൊക്കെ നമ്മൾ പാലിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ്, സെക്കൻഡ് പോയിന്റ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി. അപ്പൊ ഞാൻ ആദ്യം തന്നെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയാണ് പറഞ്ഞത്. കാരണം ഇവരുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഇതിന്റെ കീഴിലാണ് ഇതെല്ലാം വരുന്നത്. അതിൽ കുറച്ച് ആക്ടുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് എന്താ പറയുക, നമ്മുടെ റിസോഴ്സുമായി നമ്മളുടെ മൂല്യധനമായി ബന്ധപ്പെട്ടായിട്ടുള്ള നമ്മുടെ ഘടകങ്ങളായ വാട്ടർ അല്ലെങ്കിൽ എന്താ പറയുക വായു, ശുദ്ധമായ വായു, ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടാണ് RCRA. അതും നെക്സ്റ്റ് ഒക്യുപേഷൻ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ വർക്കേഴ്സും അല്ലെ, എല്ലാ വർക്കേഴ്സിന്റെ അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു ആക്ടാണ്. ഈ ആക്ടില് അനുസരിച്ചൊക്കെ ഈ ആക്ടിലെ നിയമങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ആദ്യം പറഞ്ഞ EPA എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഗൈഡ് ലൈന്, അതെന്താണ് നമ്മൾ ഗൈഡ് ലൈൻസ് കീപ് അവേ ഫ്രം ഫൈൻസ് ആൻഡ് പെനൽറ്റീസ്. ഇതെല്ലാം ചെയ്തില്ല എങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ സ്പില്ലേജ് വേസ്റ്റ് നടത്തണമെങ്കിൽ നമ്മൾ പെനാൽറ്റീസും ഫൈൻസ് ഒക്കെ കെട്ടേണ്ടതായിട്ട്, അതായത് ഹോസ്പിറ്റലിൽ കയറി കെട്ടേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് വീണ്ടും പെർമിറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം സ്പില്ലേജ് വേസ്റ്റുകൾ അല്ലെങ്കിൽ എന്താ പറയുക ഹസാർഡ് വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും പെർമിഷൻ വേണമെങ്കിൽ അതെല്ലാം എടുത്തിരിക്കണം. നെക്സ്റ്റ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ, ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ്, സർട്ടിഫൈ ചെയ്ത പേഴ്സൺസ് ആയിരിക്കും ഇതെല്ലാം കൈകാര്യം ചെയ്തത്. റെക്കോർഡ് കീപ്പിംഗ്, എല്ലാത്തിനും റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. എന്തായിപ്പോഴും ഫോളോ അപ്പ് ഒക്കെ എടുക്കേണ്ടതുണ്ടോ എന്ന് അതനുസരിച്ച് നോക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ഇൻസ്പെക്ഷൻസ് എപ്പോഴും റെക്കോർഡ് എല്ലാം കൃത്യമാണെങ്കിലും ഇൻസ്പെക്ഷൻ വരികയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്താ പറയുക റെഡി ആയിരിക്കണം, ഹോസ്പിറ്റൽ റെഡി ആയിരിക്കണം. ഇൻ കേസ് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെയും എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകാർ തയ്യാറായിരിക്കണം. പെനാൽറ്റീസ് ഫോർ എന്തെങ്കിലും പെനാൽറ്റീസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അടച്ചിരിക്കണം. പിന്നെ വീണ്ടും പറയുന്നു, ഇതെല്ലാം കൂടി ഇതിനു വേണ്ടിയിട്ടുള്ളതാണ്. ശരിക്കും എൻവയോൺമെന്റിന്റെയും പബ്ലിക്കിന്റെയും ഹെൽത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുന്നു. ഓക്കെയാണോ? പഠിച്ചാ നിങ്ങൾ പഠിച്ചുകൊണ്ടോ? 2 ടോപ്പിക്കാണ് ഞാൻ ഇന്ന് എടുത്തത്. ഒന്നാമതായിട്ട് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന്. അത് ഏതൊക്കെ രീതിയിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണ്, അതിന്റെ പുറത്തിലുള്ള എന്താ പറയുക ഏതൊക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. നെക്സ്റ്റ് പറയുന്നത് എന്തൊക്കെ റെഗുലേറ്ററി, എന്തൊക്കെ നമ്മൾ ഹോസ്പിറ്റലുകാർ എന്തൊക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എവിടെന്നെങ്കിലും പെർമിറ്റ് മേടിക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ലാസ്റ്റ് ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്, എമർജൻസി ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് ഇൻ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പോ ഈ ടോപ്പിക്കിലേക്ക് ഞാൻ കടന്നോട്ടെ? ഓക്കെയാണോ? നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ തയ്യാറല്ലേ? ഹലോ, യെസ് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോ നമുക്ക് ഇതും കൂടെ കഴിയാം, ഇതോടുകൂടി നമ്മള് ഇത് ക്ലോസ് ചെയ്യും. അപ്പോ ഇതും കൂടി നോക്കാം. നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയിൽ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മളത് കൈകാര്യം ചെയ്യണം, അതനുസരിച്ച് നമ്മളത് ഫോളോ ചെയ്യണം. അതിനനുസരിച്ച് എന്തെങ്കിലും സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ട്രെയിനിങ് കൊടുക്കണം. ഇപ്പൊ നമുക്കറിയാം എന്ത് കാര്യം ചെയ്യുന്നതിനും പുതിയ ടെക്നോളജി വന്നതോടുകൂടി എന്ത് കാര്യം എളുപ്പത്തിൽ ചെയ്യാം അല്ലെ. ഇത്രയും വലിയ വേസ്റ്റ് ആണ്, സ്പില്ലേജ് വേസ്റ്റ് സംഭവിച്ചു വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ചിലപ്പോൾ ചെറിയ നിസ്സാര എന്തെങ്കിലും ടെക്നോളജിയുടെ വികസനം കൊണ്ട് നിസ്സാര പ്രക്രിയയോടുകൂടി നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വലിയ പ്രോബ്ലംസ് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മള് എന്താ പറയുന്നത് ടെക്നോളജി, ഈ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ടെക്നോളജിനെ കുറിച്ച് എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അതില് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ, ഇതൊക്കെ ടെക്നോളജി പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ വേർഡ്സുകൾ എന്താണെന്നുള്ളത് നോക്കുക. അതെന്ന് പറയുന്നത് ആ ടെക്നോളജി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ ആണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. എന്താണ് റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ നോക്കാം. റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ ടെക്നോളജീസ് ആർ ബീയിങ് അവേർഡഡ് ടു ഹാൻഡിൽ ഡേഞ്ചർ വേസ്റ്റ് സേഫ്ലി ആൻഡ് സ്കിൽഫുള്ളി. അതായത് നമ്മളുടെ ടെക്നിക്കൽ ആയിട്ടുള്ള അവയർനെസ് അനുസരിച്ച് ഇതിപ്പോ മാൻ പവർ കൊണ്ട് അല്ലെ, മനുഷ്യന്റെ
കൈകൊണ്ട് തന്നെ ഇത്തരം വേസ്റ്റുകളൊന്നും കൈകാര്യം ചെയ്യണമെന്നല്ല. അത് ടെക്നിക്കലായിട്ടുള്ള വികസനത്തിന്റെ പ്രക്രിയയിൽ റോബോട്ടിക് ആയിട്ടുള്ള ആക്ഷനോട് കൂടിയിട്ട് ഇതെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ദിസ് ക്യാൻ ഹെൽപ്പ് ലെസൺ ദ റിസ്ക് എക്സ്പോസ് ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് മേക്ക് ബെറ്റർ ദ accuracy and speed of waste handling and disposal. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, അതായത് റോബോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഇത്തരം വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ, നിർമ്മാർജ്ജനം ചെയ്യുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ ഹെൽപ്ഫുൾ ആവുക? മനുഷ്യർക്ക് അല്ലെ, മാൻ പവറിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പാണ്. ഹെൽത്ത് വർക്കേഴ്സിന് അത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും ഉണ്ടാക്കുന്നില്ല. ആൻഡ് മേക്ക് ബെറ്റർ ദ അക്യുറസി ആൻഡ് സ്പീഡ് ഓഫ് വേസ്റ്റ് ഹാൻഡ്ലിംഗ്. ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്പീഡിൽ കൈകാര്യം ചെയ്യണം അല്ലെ. മനുഷ്യന് അത് കൈകാര്യം ചെയ്യണമെങ്കിൽ കുറെ സ്റ്റെപ്പുകൾ എടുക്കേണ്ടി വരും. മനുഷ്യനാണ് അത് വേസ്റ്റുകളെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കെയർഫുൾ ആയിട്ടായിരിക്കണം അത്രയും സ്റ്റെപ്പുകൾ എടുക്കണം. പക്ഷെ എന്താ പറയുക, റോബോട്ടിക് ആയിട്ടുള്ള രീതിയിലാണ് അത് കൈകാര്യം ചെയ്യണമെങ്കിൽ അത്രയും പ്രിപ്പറേഷൻസിന്റെ ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ അത്രയും ടെക്നിക്കൽ ഉപയോഗിച്ച് അത് കൈകാര്യം ചെയ്യാനായിട്ട്, അത് സ്പീഡിലി, അത് വളരെ സ്പീഡായിട്ട് കൈകാര്യം ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ. റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ. അവിടെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് വരുന്നത് എന്താ പറയുക, മനുഷ്യന് അല്ലെ, ഹെൽത്ത് കെയർ വർക്കേഴ്സിനാണ്. അത് ഇതിന്റെ പ്രത്യേകത എന്താ? സ്പീഡിലി ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ആക്യുറസി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യതയോട് കൂടിയിട്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്, അത്തരം ഡിസ്പോസൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബയോ റെമഡിയേഷൻ. അതൊരു വേറൊരു പോയിന്റ് ആണ്. ബയോ റെമഡിയേഷൻ നോക്കാം. ദിസ് ടെക്നോളജി യൂസസ് natural biological process to break down dangerous waste. This can be effective and environment friendly approach to spill waste management. അല്ലെ, നമുക്കിപ്പോ വികസനത്തിന്റെ പ്രക്രിയയിൽ എന്താ പറയുക, സൂക്ഷ്മജീവികളെ കൊണ്ട് തന്നെ ഇത്തരം വേസ്റ്റുകളെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിന്റെ ഒരു എന്താ പറയാ, അതിനനുസരിച്ചുള്ള സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ശാസ്ത്രീയമായ വശങ്ങളെ കുറിച്ച് പഠിച്ചിട്ടാണ് എന്താ ബയോ റെമഡിയേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ആ ടെക്നോളജി ഉപയോഗിച്ച് എന്താണ്, നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ്സാണ്. അതെല്ലാം പ്രകൃതിക്ക് അനുയോജ്യമായ പ്രോസസ്സാണ്. ഒരിക്കലും പ്രകൃതിക്ക് ദോഷകരമായി ബാധിക്കുന്ന പ്രോസസ് അല്ല ബയോ റെമഡിയേഷനിൽ എടുക്കുന്നത്. അപ്പം അത് അത്തരത്തിൽ രീതിയിലുള്ള ഡേഞ്ചറസ് വേസ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അപ്രോച്ചോടുകൂടി കൈകാര്യം, വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റില് എൻവയോൺമെന്റിനെ, അതായത് പ്രകൃതിയെ ഫ്രണ്ട്ലി അപ്രോച്ചോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പ്രകൃതിക്ക് വിരുദ്ധമായിട്ടല്ല ഇത്തരം നിർമ്മാർജ്ജനം നടത്തുന്നത്, പ്രകൃതിക്ക് അനുകൂലമായ ബയോ റെമഡിയേഷൻ ആക്ട് അനുസരിച്ച്, ആക്ടിലെ റെമഡിയേഷൻ രീതി അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. അത് ബയോളജിക്കൽ പ്രോസസ്സാണ് അല്ലെ. നമുക്കറിയാം, സൂക്ഷ്മ ജീവികളെ കൊണ്ടൊക്കെ പ്രോസസ്സിങ് നടത്തുന്നതാണ്. അത് സയന്റിഫിക് ആയിട്ട് ആണ് അത് പഠിക്കുന്നത്. സയന്റിഫിക് ആയിട്ട് പഠിച്ച് അത് ആ പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും അണുക്കളെ നശിപ്പിച്ച് കഴിയുന്ന പ്രക്രിയയാണ്. അതൊരിക്കലും പ്രകൃതിക്ക് വിരുദ്ധമാകുന്നില്ല എന്ന് പറയുന്നത് ബയോ റെമഡിയേഷൻ. അപ്പോ നമ്മൾ വില്ലേജ് വേസ്റ്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ള മെത്തേഡുകളാണ് കേട്ടോ പഠിക്കുന്നത്. പുതിയ പുതിയ മെത്തേഡുകളാണ്. ഫസ്റ്റ് പഠിച്ചു റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ, അത് ആ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന ടെക്നോളജി ഏതാ? ബയോ റെമഡിയേഷൻ. പ്രകൃതിക്ക് അനുയോജ്യമായ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നെക്സ്റ്റ് പ്ലാസ്മ ആർക്ക് ക്ലാസിഫിക്കേഷൻ. പ്ലാസ്മ ക്ലാസിഫിക്കേഷൻ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാം. അത് അതിന്റെ പ്രത്യേകത അനുസരിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഒരു ടെമ്പറേച്ചർ ആണ് യൂസ് ചെയ്യുന്നത്. കൂടുതൽ ചൂട് കടത്തിവിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ്. അതായത് നമ്മുടെ ഇന്നോവേഷൻ ആണ് കേട്ടോ. ഇന്നോവേഷൻ എന്ന് വെച്ചാൽ കണ്ടുപിടുത്തങ്ങളാണ്. അപ്പൊ ഈ കണ്ടുപിടുത്തങ്ങൾ അനുസരിച്ച് ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ കൈകാര്യം ചെയ്യാനായിട്ട് നോക്കാം. പ്ലാസ്മ ക്ലാസിഫിക്കേഷൻ ഈസ് എ പ്രോസസ് that use high temperatures to break down unsafe waste, including spillage waste, into its consistent components. This technology can minimize the volume of waste, less the risk of exposure to dangerous substance, and regain valuable materials for reuse. അപ്പൊ ഇതിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ എന്തെങ്കിലും കടത്തിവിട്ടിട്ട് അല്ലെ, നമ്മൾ എന്തെങ്കിലും എന്താ പറയാ, എന്തെങ്കിലും കടത്തിവിട്ടിട്ടാണ് ഈ വേസ്റ്റുകളെ, അത്രയും വേസ്റ്റുകൾ നശിപ്പിക്കുന്നത്. അതിൽ ഇൻക്ലൂഡിങ് വില്ലേജ് വേസ്റ്റും സംഭവിക്കുന്നത്, എന്തെങ്കിലും ചോർച്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള ടെമ്പറേച്ചർ, ഈ ഹൈ ടെമ്പറേച്ചർ കടത്തിവിട്ടിട്ട് നശിപ്പിക്കുന്നുണ്ട്.
into this ഇതിനനുസരിച്ച് എന്താ പറയുന്നത്, ഈ ടെക്നോളജി അനുസരിച്ച് മിനിമൈസ് ദ വോളിയം ഓഫ് വേസ്റ്റിനെ ചിലപ്പോൾ ലഘൂകരിച്ച് കൊണ്ടുവരാൻ സാധിക്കും. കുറേ ഉള്ള വേസ്റ്റിന് കുറച്ച് ടെമ്പറേച്ചർ കൊടുത്തിട്ട് നമുക്ക് തിരുത്തുന്ന ചെറുതായിട്ട് നിങ്ങൾ ആലോചിച്ചു, കുറെ ചവറിന് കുറച്ച് തീ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, അത് ചെറിയ ചാരമായി മാറും അല്ലെ. വലിയ കൂനിയാണെങ്കിൽ അത് ചെറുതായിട്ട് മാറും. അത് മാത്രം തന്നെ എന്തോ വലിയൊരു വേസ്റ്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള വേസ്റ്റുകളെ പ്ലാസ്മ ഗാസിഫിക്കേഷൻ വഴി എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ട് യൂസ് ചെയ്യുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കടത്തുന്നതനുസരിച്ച് വോളിയം കുറയും, വേസ്റ്റിന്റെ വോളിയം കുറയും. ലിസൺ ദ റിസ്ക് ഓഫ് എക്സ്പോഷർ ടു ഡേഞ്ചറസ് സബ്സ്റ്റൻസ്. അതായത് അതുമൂലം കുറെ ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, അതായത് ഘടകങ്ങളൊന്നും വരില്ല. കുറെ ഘടകങ്ങൾ, ഡേഞ്ചറസ് ആയിട്ടുള്ള ഘടകങ്ങളൊന്നും സംഭവിക്കില്ല. കുറച്ച് ചിലപ്പോൾ വരുമായിരിക്കും. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഡേഞ്ചറസ് സബ്സ്റ്റൻസിന്റെ ലെസൺ റിസ്ക് ഓഫ് എക്സ്പോസർ ടു ഡേഞ്ചറസ് സബ്സ്റ്റൻസ്, അത് കുറയ്ക്കാനായിട്ട് സാധിക്കും. ആൻഡ് റീഗെയിൻ വാല്യുബിൾ മെറ്റീരിയൽസ് ഫോർ യൂസ്. ഇനിയിപ്പോ ഇൻ കേസ് ഇതെല്ലാം സംഭവിക്കുന്ന ഈ എന്താ പറയുക സ്പില്ലേജ് വേസ്റ്റ് സംഭവിക്കുന്ന വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിന്മേ ആയിരിക്കും അല്ലെ. അപ്പൊ അത് എന്തെങ്കിലും ടെമ്പറേച്ചറോ നമുക്ക് തന്നെ അറിയാം, ചിലപ്പോ ചൂട് കൊടുത്ത് അവിടുത്തെ അണുക്കളൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ചിലപ്പോ ആ മെറ്റീരിയൽസ് റീയൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അത് മൊത്തത്തിൽ അങ്ങനെ കത്തിച്ച് ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ അത് മൊത്തത്തിൽ വേസ്റ്റ് ആവുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ആ മെറ്റീരിയൽസ് മൊത്തത്തിൽ ഡിസ്പോസ് ചെയ്യാതെ അതിൽ നിന്ന് വിമുക്തമാക്കാനായിട്ട് ചില ഇത്തരത്തിലുള്ള പ്ലാസ്മ ഗാസിഫിക്കേഷൻ പോലെയുള്ള അത്രയും ടെമ്പറേച്ചർ, അതിന്റെയൊക്കെ കൗണ്ട് ഉണ്ടാവും, അത്രയും അനുസരിച്ചുള്ള ടെമ്പറേച്ചർ അത് കൊടുക്കുമ്പോൾ അണുക്കൾ നശിക്കുകയും ചെയ്യും, മെറ്റീരിയലുകൾ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതൊക്കെ ടെക്നിക്ക്, അതായത് ഇന്നോവേഷൻ വഴി നമുക്ക് കണ്ടെത്തുന്ന പുതിയ ടെക്നോളജിയാണ്. അതനുസരിച്ചുള്ള ഒരു മെത്തേഡാണ് പറയുന്നത് പ്ലാസ്മ ഗാസിഫിക്കേഷൻ. അതിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ്, അതായത് ചൂടാണ്, ഹൈ ടെമ്പറേച്ചർ ആണ് യൂസ് ചെയ്യുന്നത്. വീണ്ടും മെറ്റീരിയൽസ് റീയൂസിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ചില എന്താ പറയുക സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ സംഭവിക്കുമ്പോൾ അത് മൊത്തത്തിൽ ആ പോർഷൻസ് കളയാതെ ഒരുപാട് പഠിക്കും അല്ലെ. കുറച്ച് ചിലപ്പോൾ ആ ടൈമിനുള്ളിൽ തന്നെ അവര് കൃത്യമായിട്ട് അവര് മീറ്റിംഗ് കൂടിയിട്ട് ഇത് ഇങ്ങനെ ഇന്ന രീതിയിൽ നമുക്ക് ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാം, അങ്ങനെ അത് അവര് ആ മീറ്റിങ്ങിലൊക്കെ നമ്മൾ തീരുമാനമെടുക്കും. ചിലപ്പോ അത് മൊത്തത്തിൽ നിർമ്മാർജ്ജനം ചെയ്യാനായിരിക്കും അവർ ഉദ്ദേശിക്കുക, തീരുമാനമെടുക്കുക. ചിലപ്പോ പ്രകൃതിക്കും സ്റ്റാഫുകൾക്കും പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ ആ വസ്തുക്കളെയും കൂടി നശിപ്പിക്കത്തക്ക വിധത്തിലെല്ലാം വസ്തുക്കളെ വീണ്ടും യൂസബിൾ ആക്കുന്ന വിധത്തിലുള്ള തീരുമാനങ്ങളൊക്കെ ആയിട്ട് എടുക്കും. അപ്പൊ അതിൽ ഒരു രീതിയാണ് ഈ പറയുന്നത് പ്ലാസ്മ ഗാസിഫിക്കേഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രീൻ കെമിസ്ട്രി അല്ലെ. അപ്പൊ അതിനെന്താ പറയുന്നത്, ഗ്രീൻ കെമിസ്ട്രി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ ഒരു രസതന്ത്രവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അല്ലെ. പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന ഒരു രസതന്ത്രമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന ഒരു രസതന്ത്രമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഗ്രീൻ കെമിസ്ട്രി ഈസ് ആൻ അപ്രോച്ച് to chemical design and production that aims at reducing the use and generation of a dangerous substance. അതായത് ഇതിലെ ഒരു തരത്തിലുള്ള കെമിക്കൽസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതെല്ലാം പ്രധാനമായിട്ടും എന്താ പറയുന്നത്, ഒരുപാട് പ്രകൃതിക്ക് പ്രോബ്ലം സംഭവിക്കുന്ന കാര്യങ്ങളല്ല യൂസ് ചെയ്യുന്നത്. പ്രകൃതിക്ക് ഇണങ്ങുന്ന അല്ലെങ്കിൽ പ്രകൃതിക്ക് ഡേഞ്ചറസ് ഒന്നും സംഭവിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. അതായത് ഇപ്പൊ നമുക്കറിയാം ഒരുപാട് അങ്ങനത്തെ പ്രൊഡക്ഷൻ ഒന്നും കൂടുതൽ പ്രകൃതി, ഇപ്പൊ നമുക്ക് കൂടുതൽ പെർഫ്യൂമുകളോ അല്ലെങ്കിൽ സോപ്പുകള് അതിലെല്ലാം കുറച്ച് കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ കെമിക്കൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പ്രകൃതിക്ക് പ്രോബ്ലമാണ്. അപ്പൊ ഇൻ കേസ് ഈ വേസ്റ്റ് ഒക്കെ സംഭവിക്കുന്ന സ്ഥലത്ത് ഒരുപാട് കെമിക്കൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ക്ലീൻ ചെയ്യാനല്ല, അന്ന് കുറച്ച് കെമിക്കൽ കൂടി യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അത്തരം വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കുക ആ മെത്തേഡ്. അതിനെയാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് പ്രകൃതിക്ക് പ്രോബ്ലം സംഭവിക്കുന്ന, ഒരുപാട് ഡേഞ്ചർ സംഭവിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ടല്ല പ്രൊഡക്ഷൻ നടത്തുന്നത്. കുറച്ച് ചെറിയ കെമിക്കലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ആ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. ദെൻ ആ വസ്തുക്കൾ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഈ വേസ്റ്റുകളെല്ലാം നിർമ്മാർജ്ജനം ചെയ്യുന്നത്. അതാണ് പറയുന്നത് ഗ്രീൻ കെമിസ്ട്രി ഈസ് ആൻ അപ്രോച്ച് ടു കെമിക്കൽ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ദാറ്റ് aims at reducing the use of a generation of a dangerous substance. This can help bring down the amount of a dangerous waste produced, including leakage waste. കുറച്ച് രീതിയിലുള്ള കെമിക്കൽസ് ഇത്തരം സാധനങ്ങളിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇത്തരം സോപ്പുകളിലെ ഡിറ്റർജന്റുകളില് കുറച്ച് കെമിക്കൽസ് ഒക്കെ ഉണ്ടാവും.
അത് വലിയ ഡേഞ്ചറസ് ഒന്നുമല്ല, പ്രകൃതിക്ക് വലിയ ഡേഞ്ചറസ് അല്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഈ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടും ഈ പ്ലേസുകളും അല്ലെങ്കിൽ ഈ ലീക്കേജ് സംഭവിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഗ്രീൻ കെമിസ്ട്രി. നെക്സ്റ്റ് ലാസ്റ്റ് വണ് നാനോ ടെക്നോളജി. നമുക്കറിയാം നാനോ കാർ എന്നൊക്കെ നമുക്കറിയാലേ, ചെറിയൊരു സംഭവമാണ് അത്. വളരെ ചെറിയ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവം. കേൾക്കുമ്പോൾ തന്നെ അറിയാം വളരെ ചെറിയൊരു സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നാനോ ടെക്നോളജീസ് ബീയിങ് ഡെവലപ്ഡ് to give more effective and environment friendly solution for dangerous waste management, which includes spillage waste. For example, nano particles can be used selectively to bind hazardous substance, making them easier to eliminate and dispose safely. അതായത് ഈ ഇത് നോക്കാം. എക്സാമ്പിൾ നാനോ പാർട്ടിക്കിൾസ്, ചെറിയ ചെറിയ, ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചെറിയ ചെറിയ ആറ്റങ്ങളും തന്മാത്രകളും മാത്രം ഉപയോഗിച്ചിട്ട് ഉള്ള ഉപകരണങ്ങൾ. അതായത് എന്തെങ്കിലും ചെറിയ സാധനങ്ങളായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഇത്തരത്തിലുള്ള വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ചെറിയ തന്മാത്രകളും മാറ്റങ്ങളൊക്കെ എന്താ പറയുക കൂട്ടിച്ചേർത്തുകൊണ്ട് എന്തെങ്കിലും ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാവുന്ന വസ്തുക്കൾ ഈസിയലി അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ചെറിയ വസ്തുക്കൾ, അതായത് അതിന് എന്തെങ്കിലും ചെറിയ തന്മാത്രകളും ഘടനകളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് രൂപകൽപ്പന ചെയ്യുന്നതായിരിക്കും. അതാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. Nano technology is being developed to give more effective and environment friendly solution. അതൊരു ഫ്രണ്ട്ലി എൻവയൺമെന്റിന് ഇണങ്ങുന്ന ഒരു സൊല്യൂഷൻ ആണ് ഫോർ ഡേഞ്ചറസ് വേസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി. വിച്ച് ഇൻക്ലൂഡ്സ് സ്പില്ലേജ് വേസ്റ്റ്. അവിടെ എന്താ സ്പില്ലേജ് വേസ്റ്റിനും അത് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ നാനോ പാർട്ടിക്കിൾസ്, ചെറിയ ചെറിയ തന്മാത്ര പാർട്ടിക്കിൾസ് കൂടെ ഉപയോഗിച്ച് can be used selectively to blind hazards substance, making them easier to eliminate and dispose of safely. അത്തരത്തിലുള്ള ചെറിയ ചെറിയ തന്മാത്രകളും മാറ്റങ്ങളും ഉപയോഗിച്ചുള്ള ചെറിയ ചെറിയ അപകടകരമായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രോബ്ലംസ് നിർമ്മാർജ്ജനം ചെയ്യുകയാണെങ്കിൽ അത് എളുപ്പമല്ലേ, നല്ലതല്ലേ? അപ്പൊ അതാണ് അവിടെ നാനോ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പുതിയ വേർഡ്സുകളാണ് ഇതെല്ലാം. നിങ്ങൾ വായിച്ചു നോക്കേണ്ട വരും, ഒന്ന് മനസ്സിരുത്തിയൊക്കെ വായിച്ചു നോക്കേണ്ടതൊക്കെ ആയിട്ട് വരും. നമ്മളാണെങ്കിൽ തകച്ച് ലേറ്റ് ആയി. എന്തെങ്കിലും ഞാൻ ഓപ്പൺ ചെയ്യാം. എന്തെങ്കിലും എന്തായാലും മനസ്സിലായോ നിങ്ങൾക്ക്? ലാസ്റ്റ് പോർഷൻ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഞാൻ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചോദിച്ചോ? കുറച്ച് സമയമായി ഞാൻ ഇതൊന്ന് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണമെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇതൊന്ന് ജസ്റ്റ് കൂടി പറയാം. പക്ഷെ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. മനസ്സിലാവാത്തത് ഉണ്ടാവും, അല്ലെങ്കിൽ വീണ്ടും കേട്ട് നിങ്ങൾക്ക് ബോറടിക്കോ? എങ്ങനെയാ റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ, മെഡിറ്റേഷൻ നോക്കട്ടെ കേട്ടോ. പ്ലാസ്മ ആൻഡ് ഗ്യാസിഫിക്കേഷൻ, ഗ്രീൻ കെമിസ്ട്രി, നാനോ ടെക്നോളജി. ഇത് ഈ മീനിങ് നമ്മൾ തന്നെ മനസ്സിലാക്കി വെക്കേണ്ടതാണ് കേട്ടോ. ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നു പറയുന്നുണ്ട്. കാരണം നിങ്ങൾ അത്യാവശ്യം ഇതൊരു കണക്കിനാണ് നിങ്ങൾ ചിലപ്പോൾ കേട്ടിരിക്കുക. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിച്ചത്. മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ ആ പോയിന്റ് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ക്ലാസ് അതിന്റെ പേരിന്റെ സമയമായിട്ടെന്ന് അറിയാം. എന്നാലും എന്തെങ്കിലും പറഞ്ഞു തരേണ്ടതുണ്ടെങ്കിൽ പറഞ്ഞു തരാം. നോക്കിക്കോളൂ. ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടോ? റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ, ബയോ റെമഡിയേഷൻ, പ്ലാസ്മ ആൻഡ് ഗ്യാസിഫിക്കേഷൻ, ഗ്രീൻ കെമിസ്ട്രി, നാനോ ടെക്നോളജി. ഇത്തരം ഇതാണ് എന്താ പറയുക, ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്പില്ലേജ് വേസ്റ്റിനെ മാനേജ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോകേണ്ടി വരും. ചിലപ്പോൾ കുറച്ച് നേരം ഇരുത്തി നോക്കേണ്ടി വരും. അത്യാവശ്യം ഇത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും പറഞ്ഞു തരേണ്ടതുണ്ടോ? ഓക്കെ ആണോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തേ? ഓക്കെ, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമ്പൊക്കെ കാണിക്കുന്നുണ്ട്. പറയുന്നുണ്ട്. എങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ, ആർക്കും ഡൗട്ട് ഇല്ലെങ്കിൽ. ഓക്കെ, എന്തായാലും ഞാൻ ഇതിന്റെ വില്ലേജ് വേസ്റ്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമല്ലോ. അപ്പോൾ ഞാൻ അത് തരാം. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഇതിന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യാം ഫസ്റ്റ് ഭാഗം. ഓക്കെ ഓക്കെ, ബൈ. ഓക്കെ, ക്ലാസ് ആരോ
എന്തോ സംസാരിക്കാൻ വന്നു തോന്നി. ഓക്കെ ബൈ.